മൂടന്തനുണ്ണിയുടെ ധീരത. കറുകവനത്തിൽ ഒരു സീബ്രാമയും 2 സീബ്ര കുട്ടന്മാരും താമസിച്ചിരുന്നു. ഇളയവന് ഒരു കാലിന് മുടന്തുണ്ടായിരുന്നു. അതുകൊണ്ട് മുടന്തനുണ്ണി എന്ന ഓമനപ്പേരിലാണ് അവൻ അറിയപ്പെട്ടിരുന്നത്. സീബ്രാമയും മക്കളും എന്നും ഒരുമിച്ചാണ് തീറ്റ തേടാൻ പോയിരുന്നത്. ഇതിനിടയിലാണ് കറുകവനത്തിൽ എവിടെ നിന്നോ ഭയങ്കരനായൊരു സിംഹം എത്തിച്ചേർന്നത്. ബഗിഡൻ എന്നായിരുന്നു അവന്റെ പേര്. ഒരു ദിവസം സന്ധ്യക്ക് സീബ്രാമയും മക്കളും വെള്ളം കുടിക്കാനായി കാട്ടരുവിയുടെ തീരത്തെത്തി. അവർ വെള്ളം കുടിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോഴാണ് ബഗിഡന്റെ ഉറക്കെയുള്ള അലർച്ച കേട്ടത്. ഞാൻ സീബ്ര ഇറച്ചി നുണഞ്ഞിട്ട് കുറെ നാളായി, ഇന്ന് കോളടിച്ചു. കണ്ണടച്ച് തുറക്കും മുമ്പേ ബഗിഡൻ സിംഹം മുതിർന്ന സീബ്രാക്കുട്ടനെ പിടികൂടി. സീബ്രാമയും മുടന്തനുണ്ണിയും എതിരിട്ട് നോക്കിയെങ്കിലും സീബ്രാക്കുട്ടനെയും വലിച്ചിഴച്ചുകൊണ്ട് അവൻ വനാന്തരത്തിൽ മറഞ്ഞു. സീബ്രാക്കുട്ടനെ ബഗിഡൻ സിംഹം പിടികൂടിയതറിഞ്ഞ് മറ്റു മൃഗങ്ങളെല്ലാം പരിഭ്രാന്തരായി. സീബ്രാമയുടെയും മുടന്തനുണ്ണിയുടെയും കണ്ണുകൾ കരഞ്ഞു കലങ്ങി. മോനെ, ഏട്ടനെ പിടികൂടിയതുപോലെ അവൻ ഇനി നിന്നെയും പിടികൂടാൻ എത്തും. നമ്മളെ സഹായിക്കാൻ ആരുമില്ലാതായി പോയല്ലോ. സീബ്രാമ മുടന്തനുണ്ണിയെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. അമ്മ പേടിക്കാതിരിക്കുക, ആരോരും ഇല്ലാത്തവർക്ക് ദൈവം തുണയുണ്ടെന്ന് കേട്ടിട്ടില്ലേ? ആ ഭയങ്കരൻ ഞാൻ പാഠം പഠിപ്പിച്ചോളാം. മുടന്തനുണ്ണി അമ്മയെ ആശ്വസിപ്പിച്ചു. പക്ഷെ അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് കുറെ കൂടി അമ്പരപ്പായതേ ഉള്ളൂ. അമ്മ പറഞ്ഞു, അയ്യോ മോനെ, നീ ഒരു മുടന്തൻ കുട്ടിയാണ്. കാലിന് സ്വാധീനമില്ലാത്ത നിനക്ക് അവനോട് എതിരിടാൻ കഴിയില്ല. അവൻ നിനക്ക് അടിച്ചു കീറി തിന്നും. സീബ്രാമ പൊന്നു മോനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. മുടന്തനാണെങ്കിലും മുടന്തനുണ്ണി നല്ല ബുദ്ധിയുള്ളവനായിരുന്നു. അവൻ അന്ന് മുതൽ തന്നെ ബഗിഡനെ നേരിടാനുള്ള തന്ത്രങ്ങൾ മെനയാൻ തുടങ്ങി. ബഗിഡൻ സിംഹം കടിച്ചു വന്ന ഏട്ടൻ്റെ തോലും തലയോട്ടിയും എല്ലാം മുടന്തനുണ്ണി വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. തോലിനകത്ത് അവൻ പുല്ലും വൈക്കോലും നിറച്ച് ശരിക്കും സീബ്രാക്കുട്ടൻ്റെ കോലമുണ്ടാക്കി. അന്ന് സന്ധ്യക്ക് മുടന്തനുണ്ണി അതും എടുത്തുകൊണ്ട് ആനപിടുത്തക്കാർ ആനകളെ പിടിക്കാൻ കുഴിച്ചിട്ടിരിക്കുന്ന വാരിക്കുഴിയുടെ സമീപത്തെത്തി. കയ്യിലുള്ള സീബ്രാക്കുട്ടൻ്റെ കോലം അവൻ വാരിക്കുഴിയുടെ നടുവിലായി വെച്ചു. എന്നിട്ട് പൊന്തക്കാട്ടിൽ കയറി ഒളിച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ബഗിഡൻ സിംഹത്തിന്റെ ഗർജനം കാട്ടിൽ മുഴങ്ങി. പല മൃഗങ്ങളെയും കൊന്നു തിന്നുകൊണ്ട് അവൻ അതുവഴി എഴുന്നള്ളി. പെട്ടെന്നാണ് അകലെ ഇരിക്കുന്ന സീബ്രാക്കുട്ടനെ അവൻ നിലാവെളിച്ചൽ തെളിമയോടെ കണ്ടത്. ഹായ്, ഇന്ന് കോളടിച്ചു. അതാ ഒരു ഉഗ്രൻ സീബ്രാക്കുട്ടൻ. ഇത് പറഞ്ഞതും ബഗിഡൻ സിംഹം അങ്ങോട്ട് ഓടിയതും ഒപ്പമായിരുന്നു. പക്ഷെ എന്തു ചെയ്യാം, ആ നിമിഷത്തിൽ തന്നെ അവൻ തടുപിടുത്തോമെന്ന് വാഴക്കുള്ളിലേക്ക് മറിഞ്ഞു വീണു. ഈ തക്കത്തിന് മുടന്തനുണ്ണി കോഴിക്കരികിലെത്തി. അവിടെ കൂടിക്കിടന്നിരുന്ന കല്ലും മുള്ളും മണ്ണാങ്കട്ടയും എല്ലാം തള്ളിയിട്ട് അവൻ ആ കുഴി മൂടി. ഭയങ്കരനായ ബഗിഡൻ സിംഹം അതിനകത്ത് കിടന്ന് ശ്വാസം മുട്ടി ചത്തു. ഇതിനിടയിൽ മകനെ കാണാതെ സീബ്രാമ അമ്പരന്ന് അവിടെ ഓടിയെത്തി. അപ്പോഴാണ് മുടന്തനുണ്ണി സിംഹത്തെ കൊന്ന വിവരം അമ്മ അറിഞ്ഞത്. അവർ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, നിന്റെ ധീരത നമ്മുടെ കുടുംബത്തെ മുഴുവൻ രക്ഷിച്ചു.